Good morning to all. Today we discussed about new module internal control. In this chapter we discussed about internal check, their definition, objectives, advantages of internal check and disadvantages of internal check, planning a good internal check system, internal check and auditor's position, internal audit, the definition and objectives, difference between internal check and internal audit, and also discuss the difference between internal audit and internal control, operational auditing, their objectives, test checking, their definition and precautions to be taken for test checking, and routine checking, their objectives, advantages and disadvantages. These are mainly discussed in this third module. First we move on the meaning of internal control. Internal control is defined by accounting and auditing. It is a process of assuring of an organization's objectives in operational effectiveness and efficiently, reliable financial reporting and compliances with law, regulations and policies. Internal controlling is a process to assuring an organization's objectives in a operational effectiveness and efficiency, reliable financial reporting and compliances with laws, regulations and policies. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഓവറോളായിട്ടുള്ള പ്ലാൻസും ഓർഗനൈസ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന്. In this system, a number of checks and controls are exercised in a business to ensure its efficient and profitable working of the firm. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ചെക്സും അതേപോലെ തന്നെ കൺട്രോൾസൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ടു എൻഷുർ ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിക്കും ഇഫക്റ്റീവ്നെസ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തവണ നമ്മളെ ഓർഗനൈസേഷനെ ചെക്ക് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന്. It is an overall planning and its practical operation is included in the definition of internal control. The internal check is the internal audit and internal control are control system of the organization used for the efficient management and better working of the firm. ഇൻറ്റേർണൽ ചെക്ക് നമ്മൾ ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ, അതായത് എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവ്ലി നമ്മൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻറ്റേർണൽ കൺട്രോളിംഗ് ഈസ് എ പ്രോസസ് ടു ഓർഗനൈസ് ദ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് their rules for the purpose of to get better profit conditions of the business. Next we move on the internal audit. It is an independent and objectivity consultancy service which is designed to add value to the business and improve the entity operation. This provides the systematic and disciplined approach to evaluating and assessing the risk management, internal control and corporate governance. Internal audit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുവഴി നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ബേസിസിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും അതേപോലെ നമ്മുടെ മാനേജ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവിടെ അറൈസ് ചെയ്യുന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ദ ഫേം. ദ റിവ്യൂ മീൻസ് ദ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ആണ്. നമ്മുടെ ഒരു ഫേമിൻ്റെ റെക്കോർഡ്സൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ്, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റ് വഴി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് we move on the definition of internal audit. According to Professor Walter B. Beeks, internal audit consists of a continuous critical review of a financial and operating activities by a staff of auditors functioning as full-time salaries employees. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ആണ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ
ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ആണ് ഇതിൻ്റെ അകത്ത് മെയിൻലി പറയുന്നത്. ഓഡിറ്റ് സ്റ്റാഫ്സ് അത് അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ വർക്ക്സ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് എ കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് by a staff of auditors function as a full time salaries employees. അതായത് ഓഡിറ്റർ ഒരു ഓഡിറ്റ് സ്റ്റാഫ് ഫുൾ ടൈം സാലറി എംപ്ലോയി പോലെ ആക്ട് ചെയ്തുകൊണ്ട് എല്ലാ ഓർഗനൈസേഷൻ്റെ എല്ലാ വർക്കുകളും മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഇൻറ്റേർണൽ ഓഡിറ്റ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. The main objective of internal audit is to ensure the management that the internal check and the accounting system are effectively in design and operation. To ensure the management that the internal check and the accounting system are effectively in design and operation. അതായത് നമ്മുടെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഇഫക്റ്റീവ്ലി ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഇൻറ്റേർണൽ ചെക്കിൻ്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആണ്. ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ഇറ്റ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ. അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിവ്യൂ ചെയ്യുന്നത് എന്തിനാണ്? മെയിൻലി ഫിനാൻഷ്യൽ ഡാറ്റാസ് ആണെങ്കിലും നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിലും ഇത് കമ്പയർ ചെയ്യാനായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. The next point is it keep the watch over the income and expenditure of the business. ഒരു ഓർഗനൈസേഷൻ്റെ ഇൻകം അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചറും വാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. The next point is it is see that the expenditure does not exceed the budgeted amount. നമ്മുടെ ബഡ്ജറ്റഡ് എമൗണ്ടിനേക്കാളും എക്സീഡ് ആയിട്ടില്ല നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The next point is it is see that there is a no wastage of material expenses. ഇതിൻ്റെ അകത്ത് നമുക്ക് മെറ്റീരിയൽ എക്സ്പെൻസസിനൊന്നും യാതൊരു വേസ്റ്റേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് സഹായിക്കും. The last point is finally to verify the organization follow the policies and the practices framed by the management. നമ്മുടെ ഓർഗനൈസേഷനുള്ള എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റിൻ്റെ പോളിസീസും പ്രാക്ടീസസൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണോ എന്നുള്ളതും കൂടി ഈ ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റിൽ നമുക്ക് പറയാം ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, reviewing the system of internal check and control, verify the company's asset, verify the liabilities, adherence to accounting standards, reviewing the managerial functions and verify the accuracy of accounts. These are the main objectives of the internal audit. ഇൻറ്റേർണൽ ഓഡിറ്റിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ്സ് ലയബിലിറ്റി ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഫ്രോഡ്സ് ആൻഡ് എറേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടാണോ നമ്മുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റിൽ പറയുന്നത്. Next we move on the nature and scope of the internal audit. The first the internal auditing traditionally developed as an audit on behalf of the management to ensure that the existing internal control are adequate and effective. നമ്മൾ മെയിൻലി എന്തിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ബിഹാഫായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് നമ്മൾ മെയിൻലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻലി ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എക്സിസ്റ്റിംഗ് ഇൻറ്റേർണൽ കൺട്രോൾ ആർ ആഡ്ക്വേറ്റ് ആൻഡ് ഇഫക്റ്റീവ്. നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾ ആഡ്ക്വേറ്റ് ആണ് അതേപോലെ തന്നെ ഇഫക്റ്റീവ് ആണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ്. സെക്കൻഡ് പോയിന്റ് ദ ഫിനാൻഷ്യൽ ആൻഡ് അതർ റെക്കോർഡ്സ് ആർ റിപ്പോർട്ടഡ് ഷോ ദ റിസൾട്ട് ആക്ച്വലി പെർഫോമൻസ് ആക്യുറേറ്റ്ലി ആൻഡ് പ്രൊമിറ്റ്ലി. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ അതർ റെക്കോർഡ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിസൾട്ട് സെയിം ആണോ എന്നുള്ളത് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനും പറ്റും. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഈച്ച് യൂണിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഫോളോ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആസ് ലേ ഡൗൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ അത് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ലേ ഡൗൺ ചെയ്തിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സാണോ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ ഇൻറ്റേർണൽ ചെക്ക്
യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻറ്റേർണൽ ചെക്കിൽ പറയുന്നത് ദ ഇൻറ്റേർണൽ ഓഡിറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഓഫ് ദ ഇൻറ്റേർണൽ ചെക്ക്. The first point, the asset of the organization were adequately safeguard of the property, accounting of allied records were reliable. നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് പറയുന്നത്, നമ്മുടെ ആഡ്വക്കേറ്റ് ആണോ എന്ന് അറിയാനായിട്ട്, അതേപോലെ തന്നെ കറക്റ്റ് എമൗണ്ട് ആണോ ഷോ ചെയ്തിരിക്കണേന്ന് നോക്കാനായിട്ട്, അതേപോലെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് പറയുന്നത്, സ്കോപ്പ് ആൻഡ് ഓഫ് ഓഡിറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ദ ഡെഫിനിഷൻ ഇംപ്ലൈസ് ദ ഫോളോയിങ് എന്നും പറഞ്ഞ് നമുക്ക് എന്താണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ പറയുന്നത് നോക്കാം. ഇതിൻ്റെ അകത്ത് പറയുന്നത് ദ ഇൻറ്റേർണൽ auditor goes beyond the books of account related records to evaluate the various activities of the organization and also suggests the management regarding the activities and operations reviewed by him. These are the nature and scope. Next we move on the features of internal audit. The first feature is the internal is compulsory. The internal audit must be compulsory for the every organization. The second point is internal audit is a continuous process. It can be continuous in every day and every time. The next point is internal audit is suitable to large business organization like bank, insurance companies, local bodies, etc. Internal audit mainly suitable for large business organizations. അതായത് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ് പോലുള്ള ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസിലാണ് ഇത് മെയിൻലി സ്യൂട്ട് ആവുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ഇന്റേണൽ ഓഡിറ്റ് ഈസ് ജനറലി കണ്ടക്റ്റഡ് ബൈ ഓൺ employees of the firm specially appointed for the purposes. Internal audit മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് their own employees ആയിരിക്കും for the purpose of special appointment. The sometimes professional chartered accounts also appointed for the purpose. These are called internal auditors. Mainly internal audit കണ്ടക്ട് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാഫ് ആയിരിക്കും. ഇൻ സം സ്പെഷ്യൽ കേസസിൽ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെ പറയുന്നതാണ് ഇന്റേണൽ ഓഡിറ്റർ. The next point is the internal audit is conducted for ascertaining that the internal control system existed with the organization is effective. Internal audit mainly conduct ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു അസർട്ടൈൻ ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഈസ് ഇഫക്റ്റീവ് ഓർ എക്സിസ്റ്റഡ്. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ടു സീ വെദർ ദ ഓപ്പറേഷൻസ് ഓർ പ്രോഗ്രാംസ് ബീയിങ് ക്യാരിഡ് ഔട്ട് ആസ് എ പ്ലാൻഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷൻ്റെ പ്ലാൻസും ഓപ്പറേഷൻസും ഒക്കെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. നെക്സ്റ്റ് പറയുന്നത് the objective of the internal audit varies from the business to business depending upon its nature. The objective of the internal audit is differed from the organizational structure or nature of the organization. ഓർഗനൈസേഷൻ്റെ ബേസ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓഡിറ്റ്. The main features of audit we can also discussed. Then we move on. Difference between internal check and internal control. The internal check means the entries are passed in such a way that work of one clerk is automatically checked by the another at some times. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള വർക്കിലൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഇൻറ്റേർണൽ ചെക്ക്. One of the difference of internal check and internal audit is the first point is the work of the one clerk is automatically checked by the another at the same time. അതായത് ഇൻറ്റേർണൽ ചെക്കിൽ ഓട്ടോമാറ്റിക്കലി ഒരാൾ ചെക്ക് ചെയ്തിരിക്കുന്ന ഇത് ഓട്ടോമാറ്റിക്കലി വേറൊരു പേഴ്സൺസ് കൂടി ചെക്ക് ചെയ്യും. ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ദ വർക്ക് ഓഫ് ദ വൺ ക്ലർക്ക് ചെക്ക് ബൈ അനദർ ആഫ്റ്റർ ദ ഫോർമർ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. അതായത് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടതിന് ശേഷം മാത്രം ആഫ്റ്റർ എ ഫോർമർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഈസ് എ ഡിവൈസ് ടു മിനിമൈസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇതിൻ്റെ അകത്ത് പറയുന്നതാണ് ഇത് നമ്മുടെ എറേഴ്സും ഫ്രോഡ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ദിസ് ഈസ് ദ ഡിവൈസ് ടു ഡിഫെക്ട് ദ
ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഈസ് ഓൾറെഡി ഒമിറ്റഡ്. ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് ഓൾറെഡി ഒമിറ്റ് ചെയ്തിരിക്കുന്ന വല്ലതുണ്ടെങ്കിൽ അതും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്, അതായത് ഡിറ്റക്ട് ദ ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്. ദ തേർഡ് പോയിന്റ് ഈസ് നോ സെപ്പറേറ്റ് സ്റ്റാഫ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഇതിൽ നമുക്ക് ഇൻറ്റേർണൽ ചെക്കിൻ്റെ കേസസിൽ നമുക്കൊരു സെപ്പറേറ്റ് സ്റ്റാഫിനെ ഒന്നും അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആർ സ്പെഷ്യലി അപ്പോയിൻറ്റഡ്. നമ്മൾ നേരത്തെ മീനിങ് പറഞ്ഞു ഇൻറ്റേർണൽ ഓഡിറ്ററിനെ എന്തെങ്കിലും സ്പെസിഫിക് സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻറ്റേർണൽ ചെക്ക്. എ ഫേം ഈസിലി അഡോപ്റ്റ് ദ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. നമുക്ക് ഫേംസിന് ഈസിലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഓൺലി ലാർജ് ഫേംസ് ക്യാൻ ബി അഫോർഡബിൾ ദ കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാർജ് ഫേംസിന് മാത്രമേ ഇൻറ്റേർണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഈസ് ഫോർ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇതിൻ്റെ അത് പറയുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി ഫോർ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഫോർ ടോപ്പ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഇൻസ്റ്റൻറ്റ് ഓഡിറ്റ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഇൻസ്റ്റൻറ്റ് ഓഡിറ്റ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഓഡിറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിഡേർഡ് ആസ് എ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഓർ ഓപ്പറേഷണൽ ഓഡിറ്റ്. അപ്പോൾ ഇത് പറയുന്നത് മെയിൻലി കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പറേഷണൽ ഓഡിറ്റ് ആയിട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആയിട്ടാണ് മെയിൻലി ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻറ്റേർണൽ ചെക്ക് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ ഫേം. നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇൻറ്റേർണൽ ഓഡിറ്റ് വേഴ്സസ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്സ്. അതായത് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെയും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിൻ്റെയും ഡിഫറൻസ് ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് അപ്പോയിൻമെൻറ്റിൻ്റെ കേസാണ്. ഇൻ കേസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ദ അപ്പോയിൻറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആർ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ. ഇത് മെയിൻലി അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഓഡിറ്റർ ജനറലോ ആയിരിക്കും ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി നേച്ചർ ഓഫ് ഓഡിറ്റ്. ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റിലാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കമ്പൽസറി. ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ഇറ്റ്സ് നോട്ട് എ കമ്പൽസറി ബൈ സ്റ്റാറ്റ്യൂട്ട്. നെക്സ്റ്റ് ഈസ് ക്വാളിഫിക്കേഷൻ. ദ എക്സ്റ്റേണൽ ഓഡിറ്റിൻ്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ റിക്വയർഡ്. ദ നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിൻ്റെ കേസസിലാണെങ്കിൽ ദ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ബി അണ്ടർ സെക്ഷൻ 226 ഓഫ് ദ കമ്പനീസ് ആക്ട്. 226 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ എല്ലാ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും കിട്ടിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നതാണ് സ്റ്റാറ്റസ് ഓഫ് ദ ഓഡിറ്റർ. ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ജനറലി സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്റ്റാറ്റസ് ഓഫ് ദ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ സ്റ്റാഫായിരിക്കും ജനറലി ഓഡിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിലാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നതാണ് മാനർ ഓഫ് ഓഡിറ്റ്. മാനർ ഓഫ് ദ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡിറ്റ് ആയിരിക്കും. ഇൻ കേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ എ പീരിയഡ്. Next we move on the objectives. Objectives of internal audit is to ensure the compliances with established policies, plans and procedures of the organization. ഒരു ഓർഗനൈസേഷൻ്റെ പോളിസീസ്, പ്ലാൻസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ എൻഷുർ ചെയ്യാണ് ഇൻറ്റേർണൽ ഓഡിറ്റിൽ ചെയ്യുന്നത്. In case of independent audit, to ensure that accounts and financial statements are prepared as per law and they give the true and fair view of business, and balance sheet give the true and fair of the financial position of the business. Internal independent audit mainly concentrate ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അത് ലോ അനുസരിച്ചാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യുക, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ്. The detection and prevention of error is the important objective in the case of internal audit. In case of independent audit,
The detection and prevention of errors is only the incidental. It is not a compulsory. That means it is not a next point is dependency. In case of internal audit, dependent on management. In case of internal audit, dependent on management. In case of independent audit, dependent from management. Next is determination of duties. The first is duty can be modified by the management. The duty can be modified by the management in case of independent internal audit. In case of independent audit, duties cannot be modified. Duty cannot be modified in case of independent audit. Next point is removal of auditor. Removal of auditor means that it can be removed by the management. That means the management can appoint the auditor and they have also right to dismiss or remove the auditor. In case of independent audit, they can be removed by the shareholders. It can be removed by the auditors, the auditor remove ചെയ്യാനുള്ള അവകാശം ഷെയർഹോൾഡേഴ്സിനുണ്ട്. The last point is report. പറഞ്ഞിട്ടുണ്ടെങ്കിൽ report is prepared to management. മാനേജ്മെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. In case of independent audit, report is submitted to the shareholders. Report is submitted to the shareholders. ഫസ്റ്റിൽ പറയുന്നത് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. സെക്കൻഡ് കേസസിലാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദ ഷെയർഹോൾഡേഴ്സ്. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് internal audit. This chapter highlights are what is the internal audit, objectives of internal audit, and also we discussed about the difference between internal check and internal control, and also we discussed the difference between internal audit and independent audits. Thank you. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. തേർഡ് മോഡ്യൂൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Thank you.